യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 16 വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ അനന്തരം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകവേ യേശു പത്രോസിനോട് കൈമാറുന്ന മാർമികമായ ആലോചനയുടെ ഭാഗമാണ് ഇവിടെ വായിച്ചതും നാം കേട്ടതും. 3 പ്രാവശ്യം പത്രോസിനോട് യേശു ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അതിന് മറുപടി പറഞ്ഞ അനന്തരം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. രണ്ടാമത് പറഞ്ഞു, എൻ്റെ ആടുകളെ പാലിക്ക. വീണ്ടും പറഞ്ഞു, എൻ്റെ ആടുകളെ പാലിക്ക. സ്നേഹിക്കുന്നുവോ? തികഞ്ഞ സ്നേഹം. ഒന്നും കൂടെ കയറി പറഞ്ഞ ദൈവസ്നേഹത്തിന്റെ സീമാതുല്യ പാരുണ്യത്തിലേക്ക്, കുറച്ചും കൂടെ കാവ്യഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവേശുവിന്റെ സ്നേഹപാശങ്ങൾ കൊണ്ട് തള്ളിപ്പറഞ്ഞ് അകന്നകന്നുപോയ പത്രോസിനെ കെട്ടി വലിച്ച് തന്നോടടുപ്പിച്ചു നിർത്തി. എന്നിട്ട് യേശു പറഞ്ഞ കാര്യം, നീ എൻ്റെ ആടുകളെ മേയ്ക്ക. എന്നിട്ട് പറഞ്ഞു വീണ്ടും അടുത്ത വാക്ക്, രണ്ടാമത്തെ വാക്ക്, നീ എൻ്റെ ആടുകളെ പാലിക്ക. നമ്മുടെ തീം പാലനം എന്നുള്ളതാണ്. പാലനം നടക്കണമെങ്കിൽ ഒരു പാലകൻ വേണം. ആരാണോ പരിപാലിക്കുന്ന ആളാണ് പാലകൻ. പാലനം അനുഭവിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്നതാണ് പാലിതർ. എന്നാൽ പാലനം അനുഭവിക്കുന്ന ഒരു പുരുഷനെ വിളിക്കുന്നത് പാലിതൻ, സ്ത്രീയെങ്കിൽ പാലിത. നാം എല്ലാവരും പാലിതർ ആകുന്നു. ഇതാണ് മലയാള നിഘണ്ടുവിൽ ഈ വാക്കിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പദകോശങ്ങൾ, മലയാള പദകോശങ്ങൾ. പാലിക്കുക, ദൈവിക പാലനത്തിൻ്റെ അകത്തുള്ള 15 കാര്യങ്ങൾ ഇന്ന് ഒരുപാട് വിസ്തരിക്കാതെയും വാക്യസഹിതം ദൈവമക്കളിലേക്ക് പ്രാർത്ഥനയോടെ കൈമാറുകയാണ്. 2 വിധ പാലനം പുതിയ നിയമത്തിൽ കാണാം. ഒന്ന് അജപാലനം, 2 ശിശുപാലനം. ശിശുപാലനം എന്ന പ്രയോഗമുണ്ട്. ശിശുപാലകൻ. അജപാലനം, അജം എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ, അജം. അയ്യോ, മറന്നുപോയോ? നമ്മൾ എത്രയോ എഴുതി പഠിച്ചതാ, എംബോസിഷനൊക്കെ എഴുതിയതാ അല്ലയോ? അജം, ആട്. യേശു കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ യേശു അജത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്, ആടിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. യേശു കൃപായുഗ രക്ഷിത ഗണത്തെ ആടിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ ചിലത് പുതിയ പഴയ നിയമങ്ങളിൽ നിന്ന് എടുക്കാൻ കൃപയിൽ ശരണപ്പെടുന്നു. ഒന്നാമത്തെ ചിന്ത, യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 13 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പാലനത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? വിചാരം ഇല്ലാത്തവൻ അല്ലോ. അപ്പോ
അജപാലനത്തിൽ ഇടയന് ആടിനെ കുറിച്ച് എന്തുണ്ട്? പാലനം അനുഭവിക്കുന്ന പാലിതർ. അവരാണ് ആര്? ഇന്ന് പുറമറ്റത്ത് ഈ സഭായോഗത്തിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ കർത്താവിന്റെ കൈക്കലെ ആടാണ്. അതിൽ അഭിമാനമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാം. കയ്യിലെ പന്നിക്കുഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. കയ്യിലെ പന്നിക്കുഞ്ഞെന്ന് എന്ത് ചെയ്തിട്ടില്ല. ഈ പന്നിക്കുഞ്ഞിനെ കാണാൻ രസമാ. കയ്യിലെ നല്ല പോർക്ക് കുഞ്ഞൊക്കെ ഇല്ലേ ചാ. എന്നാൽ കയ്യിലെ ആടെന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യിലെ ആട്. അപ്പൊ നമ്മളൊക്കെ ആരാണ്? ആടല്ലെന്ന് ആർക്കെങ്കിലും ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് തോന്നുന്നുണ്ടോ? കൃപായുഗ സായാഹ്നത്തിലെ കൂട്ടത്തിൽ ആട് പോലുള്ള പന്നിയും പന്നി പോലുള്ള ആടും ഉണ്ട്. ഇതിന് ഏതിനെ മേയ്ക്കാൻ പാടുക എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. നോക്കണേ, ആട് പോലുള്ള പന്നിയും പന്നി പോലുള്ള ഇത് എല്ലാം കൂടെ ഒരുമിച്ച് പോകുകയല്ലേ ഇങ്ങനെ. അപ്പോൾ ഈ ആട്ടിൻകൂട്ടം അതിനകത്ത് ഒരു വാക്ക് മാത്രം എടുക്കുന്നു. ഇനി അക്കമിട്ട് പറഞ്ഞു പോവുകയാണ്. എന്താണെന്നറിയാമോ? വിചാരം. കൈക്കലെ ആടിനെ കുറിച്ച് ആടിനല്ല വിചാരം, ഇടയന് വിചാരമുണ്ട്. നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ഇടയശ്രേഷ്ഠനായ നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് എന്തുണ്ട്? അപ്പൊ പരിപാലനത്തിന്റെ ഉള്ളിൽ വിചാരമില്ലാത്ത ഒന്നല്ല, വിചാരമുണ്ട്. സ്തോത്രം. എന്തുണ്ട്? ഒന്ന് വിചാരം. 2:10-15 വായിച്ചേ. ആടുകൾക്ക് വേണ്ടി ഇടയൻ ജീവനെ കൊടുക്കുന്നതല്ല എഴുതിയിരിക്കുന്നത്. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ആടുകൾക്ക് വേണ്ടി. അപ്പോൾ ഈ ജീവനെ കൊടുത്തത് എന്തിനാണ്? വിലയ്ക്ക് വാങ്ങാൻ. ഈ ആടിനെ സമ്പാദിച്ചത് തൻ്റെ ജീവരക്തം കൊണ്ടാണ് സമ്പാദിച്ചത്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവസഭയെ എവിടെയും പുതിയ നിയമത്തിൽ, പുതിയ നിയമസഭയെ ഇകഴ്ത്തി പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല. ഇകഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? താഴ്ത്തിക്കെട്ടി എന്ത് ചെയ്തിട്ടില്ല. കർത്താവിന്റെ വാക്ക്, ഞാൻ എൻ്റെ സഭയെ കുറിച്ച് പറയുമ്പോഴൊക്കെ കർത്താവിന് ഭയങ്കര അഭിമാനം അല്ലേ? ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ. സ്തോത്രം. സഭയ്ക്ക് കർത്താവ് ജയം കൈമാറിയിരിക്കുകയാണ്. ആ ജയം ഏതാണെന്നറിയാവോ? യേശു ക്രൂശിൽ കൈവരിച്ച ജയം. യേശു ക്രൂശിൽ കൈവരിച്ച ജയം സ്വീകരിക്കപ്പെട്ടവർ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമസഭയ്ക്കകത്താണ്. അതുകൊണ്ട് സന്തോഷത്തോടെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ പറ ആമേൻ. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എന്നിൽ യേശു കൈവരിച്ച ജയം വ്യാപരിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അടുത്തത്, അപ്പോ യേശു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? ജീവനെ ജീവൻ നൽകി. ജീവൻ നൽകി. ഈ ജീവൻ നൽകത്തക്ക രീതിയിൽ അത്രയ്ക്ക് സ്നേഹം. നമ്മൾ പറയില്ലേ, ജീവന് തുല്യം. അപ്പോൾ യേശു കർത്താവ് തൻ്റെ സഭയെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? ജീവന് തുല്യം. അതുകൊണ്ട് അവൻ്റെ കൈക്കലെ ഒരാടിനെ
ആരേലും ഉന്നം വെച്ചാൽ ഹല്ലേലൂയ, ഇടയൻ അത് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കും. നോക്കണേ, അടുത്ത വാക്ക് 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 28-ാം വാക്യം ഒന്ന് വായിച്ചേ. നിർത്തി പറയേണ്ടത് അങ്ങ് വായിച്ചു പോവാണ്. വായിച്ചു. പോയിന്റുകൾക്ക് വേണ്ടിയാ എനിക്ക് പറഞ്ഞു പോകായിരുന്നു. ഇത് പുസ്തകത്തിലുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് വാക്യം വായിക്കുന്നത്. വായിച്ചു. സൂക്ഷിപ്പ് ഇടയന്മാരോട് പറഞ്ഞ കാര്യമാണ്. ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യണം? നമ്മുടെ വിഷയം എന്താണ്? പാലനം. പാലനത്തിന്റെ ഉള്ളിൽ ഒന്ന് എന്തുണ്ട്? വിചാരമുണ്ട്. 2, ആമൻ, ജീവൻ നൽകിയുള്ള സ്നേഹം, അവർണ്ണനീയ സ്നേഹം വെളിപ്പെടുത്തി ജീവന് തുല്യം ആടിനെ കരുതുന്നു. 3, സൂക്ഷിപ്പുണ്ട്. അങ്ങനെങ്കിൽ പുറമറ്റത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ഒന്ന് തിരിച്ചറിയണം, ഞങ്ങൾ എന്തനുഭവിക്കുന്നു? പാലനത്തിൻ്റെ ഉള്ളിൽ എന്തനുഭവിക്കുന്നു? സൂക്ഷിപ്പ് അനുഭവിക്കുന്നു. സൂക്ഷിക്കുക എന്ന വാക്ക് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ 100 ആടോ 1000 ആടോ ഉണ്ടെങ്കിലും 1000 എണ്ണത്തിന്റെ മേലിലും കണ്ണുണ്ടാകും. 1000 എണ്ണത്തെക്കുറിച്ചും ജാഗ്രതയുണ്ടാകും. 1000 എണ്ണത്തെക്കുറിച്ചും എണ്ണിക്കൊണ്ടിരിക്കും. എണ്ണി ഇറക്കും, എണ്ണിക്കേറ്റും, എണ്ണമുണ്ട്. ഒരറ്റത്ത് നിൽക്കുന്ന ആട് മുതൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആട് വരെ. ആടിനെ വിട്ടേച്ച ഇടയൻ ഉറങ്ങുകയല്ല. ആടുറങ്ങുമ്പോഴും ഇടയന്റെ മനസ്സ് വിട്ട് ഉറങ്ങത്തില്ല. കൂട്ടത്തിന്റെ അരികിലുള്ള ഇടയൻ. കാര്യം, ഇതിന്റെ മേലെ ഒരു സൂക്ഷിപ്പുണ്ട്. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? ആമേൻ, സ്വോത്രം സ്വോത്രം. ഒരുപക്ഷേ ആമൻ നടത്തിപ്പുകാരായ പാസ്റ്റേഴ്സ് ഒക്കെ മനുഷ്യരാണ്. അവരുടെ പരിമിതി കൊണ്ട് അവരുടെ കണ്ണടയുമ്പോഴും ആമൻ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ, ഹല്ലേലൂയ, രാത്രിയിലും പകലിലും പരിപാലിപ്പാൻ ശക്തനായവൻ, ആമൻ കൺപോളകൾ അടയാതെ നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേക നിരീക്ഷണം നിന്റെ മേലുണ്ട്. പുറമറ്റം സഭാജനത്തിന്റെ മേൽ ഉണ്ട് എന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വചനം നൽകി ആലോചന കൈമാറുമ്പോൾ ഇത് ഏറ്റെടുത്തത് സ്തോത്രം ചെയ്ത് ബലം പ്രാപിച്ചാട്ടെ. സൂക്ഷിപ്പ്. അടുത്തത് യെശയ്യാപ്രവചനം 40:11 നിന്ന് ഒരു 3-4 വാക്കെടുക്കാനുണ്ട്. പെട്ടെന്ന് വായിച്ചു. 4-ാമത്തത് വായിച്ചു. ഒന്ന്, മേയ്പ്പ്. പത്രോസിനോട് 2 പ്രാവശ്യം പറഞ്ഞു എന്ത് ചെയ്യണം? മേയ്ക്കണം. എൻ്റെ കുഞ്ഞാടിനെ മേയ്ക്കണം. പിന്നെ പറഞ്ഞു എല്ലാத்தைയും കൂടെ ചേർത്ത് അവസാനം പറഞ്ഞു എല്ലാ ആടിനെയും എന്ത് ചെയ്യണം? ഈ കുഞ്ഞാടിനുള്ള തീറ്റയും ഈ വല്യാടിനുള്ള തീറ്റയും ഒക്കെ കുഞ്ഞാട് വല്യാട് കടിക്കുന്നത് പോലെ കടിക്കുകയല്ല. കുഞ്ഞാടിന് ഇച്ചിരി എളപ്പമുള്ളതിലൊക്കെ. അപ്പൊ കുഞ്ഞാട് തിന്നുന്നത് നോക്കണം. കുഞ്ഞാടെ എല്ലാ ആടിനും എന്ത് ചെയ്യണം? അതില് ഒരാട് മാത്രം തീറ്റയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് ആട് വളർത്തിയിട്ടുണ്ടാവുമല്ലോ. ആടിന് നല്ല പുല്ല്, നല്ല തോല് കഷ്ടപ്പെട്ട് കയറി വെട്ടി 1-ാം തരം നല്ല വാട്ടം തട്ട നല്ല പ്ലാവിൻ്റെ ഇലയൊക്കെ വെട്ടി മുമ്പിൽ കെട്ടി തൂക്കിയിട്ട് കൊടുത്തിട്ട് ആടൊന്ന് മണപ്പിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? ഞായറാഴ്ച ഈ വചനത്തിന് മുമ്പിൽ തീറ്റയെടുക്കാത്ത ആടേ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഈ നല്ല വചനം വരുമ്പോ ഉണ്ടല്ലോ അതിനോട് വിഘടിച്ച് വലിഞ്ഞു നിൽക്കുന്നയാടെ ഈ തീറ്റ നിന്റേതാണ്. ഇത് നീ തിന്നെങ്കിലേ നിനക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകത്തുള്ളൂ.
ഇത് തിന്നെങ്കിലേ നിനക്ക് ഊർജമുണ്ടാകത്തുള്ളൂ. ഇത് തിന്നെങ്കിലേ നിനക്ക് മുൻപോട്ട് കാലടികൾ വെക്കാൻ പറ്റത്തുള്ളൂ. തീറ്റുമ്പോൾ തിന്ന ആടിനെ അവൻ മരണനിഴലിന്റെ താഴ്വരക്കകത്ത് ബലശാലിയായി കാൽ വെച്ച് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവൻ സ്വന്തം ആരോഗ്യത്തോടെ ഓടി മാറേണ്ടടുത്ത്, അവൻ ഓടി നീങ്ങേണ്ടടുത്തൊക്കെ ബലത്തോടെ നിനക്ക് മുമ്പോട്ട് പോകാനുള്ള ആഹാരം, ബലത്തോടെ മുൻപോട്ട് പോകാനുള്ള പോഷകമുള്ള വചനം, പത്യ വചനം, നിനക്ക് ആരോഗ്യം നൽകുന്ന വചനം, നിന്നെ ശക്തീകരിക്കുന്ന വചനം, നിന്നെ ബലവാനാക്കുന്ന വചനം നീ സ്വീകരിക്കണം. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. അടുത്തത് മേയ്പ്പ്. അടുത്ത വാക്ക് കുഞ്ഞാടിനെ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ആടിനെയൊക്കെ ഇങ്ങോട്ട് എടുക്കും. മക്കളെ, ഇനിയുണ്ട് സ്ഥലം, ഇങ്ങോട്ട് ഇരുത്തും ഞാൻ. അപ്പൊ കുഞ്ഞാടുകളെ എന്ത് ചെയ്യും? അപ്പൊ എല്ലാ ആടും ഒരുപോലല്ല. ഇനി തൊട്ട് താഴെ വായിച്ച കുഞ്ഞാടിനെ എടുത്ത് അതിനെ എന്ത് ചെയ്യും? ഇടയൻ, ഈ ആട്ടിടയന്മാര് ആട്ടുകുഞ്ഞിനെ എടുക്കും. അതിന് നടക്കാൻ വയ്യാത്തടുത്ത്, കയറാൻ പറ്റാത്ത ഈടിയൊക്കെ വരുന്നെടുത്ത് അതിനെ എന്ത് ചെയ്യും? എടുത്ത് അതിന് മാർവിടത്തിൽ ചേർത്തി അങ്ങ് ഇടും. ഇടുമ്പോൾ ഈ ആട്ടുംകുഞ്ഞ് അതിനോടങ്ങ് അറ്റാച്ചായിട്ട് എന്ത് ചെയ്യും? നിൽക്കും. അവിടെ കിടന്ന് വിഘടിക്കുകയല്ല. അതുകൊണ്ട് സ്തോത്രം. ഇനി അടുത്ത വാക്ക് വായിച്ചോ. അപ്പൊ കുഞ്ഞാടിനെ എന്ത് ചെയ്യണം? എടുക്കണം. തള്ള എടുക്കാൻ പോകരുത്, കുഴപ്പമാവും. തള്ള എടുക്കാൻ പോയാൽ നിനക്ക് പൊങ്ങത്തുമില്ല. അവസാനം എന്ത് ചെയ്യും? കുഴപ്പമാവും. അതുകൊണ്ട് തള്ള എടുക്കാൻ പോണ്ട. കുഞ്ഞിനെ എന്ത് ചെയ്യും? അത്രയൊക്കെ ഞാൻ നിർത്തുക. അപ്പോൾ തള്ളയാടിനെ എന്ത് ചെയ്യരുത്? ഓടിക്കരുത്. അന്നേരം അതിനകത്ത് ഇളം തലമുറക്കാരനായ യൗവനക്കാരൻ മുട്ടൻ പറയുകയാണ്, സ്പീഡ് പോരാ, ഒരിക്കൽ കൂടെ ശക്തിയോടെ ഓടിച്ചാട്ടെ എന്ന് പറയുമ്പം, എടാ മുട്ട, നീ മാത്രമല്ല ഇടയൻ്റെ ആട്, ഈ തള്ള ഈ കൂട്ടത്തിലെ ആടാ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഈ തള്ളയെ ഓടിച്ചാൽ വേറെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് തള്ളയ്ക്കും വരാവുന്ന വേഗതയിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഇടയൻ്റെ കയ്യിൽ ഒരു കോലുണ്ട്, വടിയുണ്ട്. ആ കോല് കൊണ്ട് ഇടയ്ക്ക് തീറ്റ വടിച്ചു കൊടുക്കാനാണ്. അതിന് കോല് ഉപയോഗിക്കും. മാത്രമല്ല, മുമ്പോട്ടോടുന്ന ആടിനെ ഒന്ന് പുറകോട്ട് പിടിച്ച്, ഇങ്ങനെ മടി പിടിച്ച ആടിനെ മുൻപോട്ടൊന്ന് തള്ളി, ഇതിന് എല്ലാം കൂടെ ഒന്നിച്ച്, അല്ലെങ്കിൽ ഇത് വിഘടിക്കും. സ്തോത്രം. യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യും? മുമ്പ് ഓടുകയും ചെയ്യും. തള്ള എല്ലാം കൂടെ പുറകെ കിടക്കുകയും ചെയ്യും. കുഞ്ഞാടെല്ലാം കൂടെ അലമ്പാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കൂട്ടം പിരിയാതിരിക്കാൻ ആവേശം കൂടിയതിനെ ഒന്ന് തടുത്ത്, ആവേശം കുറഞ്ഞതിനെ തള്ളയെ എന്ത് ചെയ്ത് നടത്തി ഇത് ഒന്നിപ്പിച്ച് കൊണ്ടുവന്ന് ഇടപാടേ. ഒരു കുടുംബം പരിപാലിക്കുന്നതിൽ പലപ്പോഴും തോറ്റവരല്ലേ കുടുംബനാഥന്മാര്? കയ്യൊന്നും ഉയർത്തണ്ട. അല്ല, പലപ്പോഴും 365 ദിവസവും ജയിച്ചാണോ? എത്രയോ. അങ്ങനെയാണെങ്കിൽ ഒരു സഭ കൊണ്ടുപോകാനോ? അങ്ങനെയാണെങ്കിൽ ഒരു വലിയ സഭ കൊണ്ടുപോകാനോ? 10,000 പേരെ കൊണ്ടുപോകാനോ? പണിയുണ്ട്. സ്തോത്രം. ഒരാടിനെ മറ്റൊരാടിനേക്കാൾ കൂടുതലൊന്ന് സ്നേഹിച്ചാൽ അന്നേരം എന്ത് ചെയ്യും? ഈ ആടിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എല്ലാ ആടിനെയും ഒരേപോലെ ചിരിച്ച് ഒരുപോലെ നടത്തി ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക കൃപ വേണം. എൻ്റെ വിഷയത്തിൽ ഞാൻ നിൽക്കുന്നു. തള്ളയെ നടത്തും. അപ്പോൾ അവൻ പാലനത്തിനകത്ത് എന്തുണ്ട്? എടുക്കേണ്ടതിനെ എടുക്കലുണ്ട്, മാർവോട് ചേർത്ത് വെക്കേണ്ടതിനെ മാർവോട് ചേർത്ത് വെപ്പുണ്ട്, നടത്തേണ്ടതിനെ നടത്തലുണ്ട്, നടത്തിപ്പുണ്ട്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. പാലസ്തീനിയ ഇടയന്മാർ ആടിനെ നടത്തുന്നതിന് മുമ്പ് എങ്ങനെയും അങ്ങ് നടത്തുകയല്ല, പോകുന്നതിലേ അങ്ങ് പോകുകയല്ല, കുട്ടനാട്ടിലെ താറാവ് പോകുന്ന പോലെ അങ്ങ് പോകുകയല്ല. അവരാദ്യം ആടിനെ അടുത്ത ദിവസം എതിലെ നടത്തണമെന്നുള്ള വഴി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടാകും. അവൻ പതിയിരിപ്പുകളില്ലാത്ത വഴി, സുരക്ഷിതമായ വഴി, മേച്ചിൽപ്പുറത്തേക്കുള്ള വഴി, സ്വസ്ഥതയുള്ള വെള്ളം ഉള്ള ഇടത്തേക്കുള്ള വഴി ആ കണ്ടെത്തിയിട്ടാണ് നടത്തുന്നത്. സ്വോത്രം സ്വോത്രം സ്വോത്രം. അവൻ ചുമ്മാ നടത്തിപ്പല്ല, കൃത്യമായ ലക്ഷ്യത്തോടെ, കൃത്യമായ പ്ലാനിങ്ങോടെ, കൃത്യമായ ദർശനത്തോടെ, കൃത്യമായ കാഴ്ചപ്പാടോടെ, കൃത്യമായ ദിശാബോധത്തോടെ, അവൻ സ്തോത്രം, കൃത്യമായ വെളിപ്പാടോടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പല സഭകളും മുരടിച്ചു പോകുന്ന, സഭയ്ക്കും ദർശനമില്ല, പാസ്റ്റർക്കും ദർശനമില്ല, പലർക്കും ദർശനമില്ല. വരണം, കൊട്ടണം, പാടണം, തുള്ളണം, വീട്ടിൽ പോകണം. കൃപായുഗം ശേഷിക്കുന്നെങ്കിൽ, ദൈവസഭയ്ക്ക് കാലമുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഈ നിലയിലേക്ക് വളരണം എന്നുള്ള സങ്കല്പം മനസ്സിൽ കയറണം. അത് കണ്ടുകൊണ്ട് 100 പേരുള്ള സഭ അവൻ 200 പേരെ കണ്ടോണ്ട് അവൻ ആരാധനയ്ക്ക് വന്നിരിക്കണം. 200 പേരുള്ള സഭ 400 പേരായി അത് വർദ്ധിക്കുന്നത് കണ്ടോണ്ട് അവിടെ ഇരിക്കണം. ഹല്ലേലൂയ. ദർശനമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിർത്താൻ പോവുക. വായിച്ചാട്ടെ താഴോട്ട്. അടുത്ത വാക്ക് അല്ല, അടുത്തത് ചേർത്ത്. അവിടെ വേറൊരു വാക്കുണ്ട്, വഹിച്ചു അല്ലേ? വഹിച്ചു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അവനെ അങ്ങ് വഹിച്ചെന്ന് പറയുന്നത് കൊള്ളയടിച്ച പോലെ അതല്ല, തെറ്റിയിരിക്കരുത്. വഹിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക. ആമേൻ. ആട് ഉൾക്കൊള്ളപ്പെടുന്നത് ഒന്ന് ഇടയൻ്റെ ഹൃദയത്തിലാണ് ആദ്യം. ഇത് എൻ്റെ ആടാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്? യേശു കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ നോക്കി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആടുകളെ ശീമോനെ പാലിക്ക. അതുകൊണ്ട് ഒന്ന്, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഈ ആടിന് സ്ഥാനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാനൊരു ആലോചന കൈമാറുന്നു. ഒരു പക്ഷേ നിന്റെ വീട്ടിൽ നിനക്ക് സ്ഥാനം കണ്ടെത്തു വരത്തില്ല. ഈ കൃപയിൽ വന്നതുകൊണ്ട് നീ ഒറ്റപ്പെട്ടെന്ന് വന്നേക്കാം. നീ ഒറ്റയ്ക്ക് ഉള്ളെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും. സഹോദരി, എൻ്റെ ദുഃഖം ആരോട് പറയുമെന്നുള്ള തേങ്ങൽ നിന്റെ അകത്തുണ്ടാകും. എന്നാൽ സ്വോത്രം, അവൻ നിന്നെ ഉൾക്കൊണ്ടൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം ഏതെന്നറിയാമോ? ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന ഇടയ ശ്രേഷ്ഠന്റെ തിരുഹൃദയം എന്നെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ള അപബോധം അകതളത്തിലുള്ള ദൈവമക്കൾ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകലിൽ ആരാധിച്ചാട്ടെ. ലോകം തള്ളിയ എന്നെ, ചാർച്ചക്കാർ തള്ളിയ എന്നെ, സ്നേഹിതർ തള്ളിയ എന്നെ അവൻ ആ ഹൃദയം വഹിച്ചു ഉൾക്കൊണ്ടു. സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഞാൻ അങ്ങ് പറയുന്നു. പച്ചയായ പുൽപ്പുറത്തിൽ അപ്പോൾ പാലനത്തിനകത്ത് കിടത്തലുണ്ട്. എപ്പോഴും നടത്തലല്ല. ഇടയൻ അറിയാം ഇതിനെ കിടത്താറായി. ആമേൻ. ആടിനെ വെറുതെ പിടിച്ച് കിടത്തിയാലൊന്നും കിടക്കത്തില്ല. കിടക്കണമെങ്കിൽ ആദ്യം പച്ചയായ പുൽപ്പുറത്തിൽ അത് മേഞ്ഞ് തൃപ്തി വന്നതിന് ശേഷം ആ കാലിട്ടൊരു മാന്തലും ഇല്ലേ കണ്ടിട്ടില്ല? ആട് കിടക്കാൻ പോകുന്നത് നമ്മൾ കിടക്കാൻ പോകുന്ന പോലെയാണ്. നമ്മൾ വൈകുന്നേരം കിടക്കാൻ പോകുന്നത് ആകെ പണിയെടുത്ത് കുഴഞ്ഞ് വൈകുന്നേരം പ്രാർത്ഥിക്കത്ത് പോലും കർത്താവേ നീ സകലം അറിയുന്നു, മാത്തം കുഞ്ഞിതാ മലക്കുന്നെന്ന് പറഞ്ഞ് അങ്ങ് വീഴുവല്ലയോ, സ്വിച്ച് ഓഫ് ആയി പോവുകയല്ലയോ? ആടങ്ങനൊന്നുമല്ല. ആടിനെ കിടത്തണമെങ്കിലേ ആട് തൃപ്തി വന്ന് ആടതിനുള്ള സിഗ്നലൊക്കെ ആടിൻ്റെ മുഖത്ത് കിടക്കാറായെന്നാകും. അന്നേരം ആടിനെ ഓടിക്കരുത്. ഇത് എല്ലാം മനസ്സിലാക്കുന്നവനായിരിക്കണം ആര്. അല്ലാതെ നിങ്ങളുള്ളൊരു കോലും കിട്ടി, ഒരു വടിയും കിട്ടി, ഞങ്ങളെപ്പോലെ ഒരു കറുത്ത പാൻറ്റും കിട്ടി, ഒരു വേദപുസ്തകവും കുമ്പനാട് നിന്ന് മേടിച്ചു, അതുകൊണ്ടൊന്നും നടക്കുകയല്ല. ഒരു വടി നടക്കുകയല്ല. സ്തോത്രം. നോക്കണേ, ആടിനെ കിടത്തി. അടുത്തത് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക്. സ്തോത്രം. ഈ ആട് എല്ലായിടത്തൊന്നും കുടിക്കുകയല്ല.
വാട്ടർഫോൾസിന്റെ കീഴിൽ കൊണ്ടുവന്ന ആടെ ഫോൾസ് വെള്ളം വരുന്നുണ്ട്, കുടിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ ആട് കുടിക്കുകയല്ല. ആട് കുടിക്കുക, ആടിന്റെ മൂക്കി വെള്ളം കയറും, ആടിന്റെ നെറുകെ വെള്ളം കയറും. ആട് വെള്ളം കുടിക്കണമെങ്കിൽ സ്വസ്ഥതയുള്ള, ഇതൊക്കെ നിർത്തി വ്യാഖ്യാനിക്കേണ്ടതാ, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക്, പച്ചയായ പുൽപ്പുറത്തിൽ. അടുത്തത് ഏറ്റവും കൂടുതൽ ഇടയൻ ജാഗ്രത പുലർത്തുന്ന ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അവൻ കൂരിരുണ്ട താഴ്വരയിലൂടെ ആട് കടന്നു പോകുമ്പോൾ ഓരോ വാർഡും കൂരിരുണ്ട താഴ്വര, അതിന് മൂലഭാഷ കൊടുത്തിരിക്കുന്ന മരണ നിഴലിന്റെ താഴ്വര, പതിയിരിപ്പുകളുള്ള താഴ്വര, അവൻ ഘോര ജന്തുക്കൾ ദൃഷ്ടി വച്ചിരിക്കുന്ന താഴ്വര. ആ താഴ്വരയിലൂടെ ആട് കടന്നു പോകുമ്പോൾ ഇടയൻ ഒരു ചെറിയ സ്പന്ദനത്തിൽ പോലും ഇടയന്റെ ചെവി ഉണ്ടാകും. ഇടയന്റെ ചെവിയും ഇടയന്റെ കണ്ണും ഇടയന്റെ ശ്രദ്ധയും ഒരുപോലെ ആട്ടിൻ കൂട്ടത്തിൽ ഓരോ ആടും ഈ താഴ്വര വിട്ടു പോകുന്നത് വരെ, ഒരു ദുഷ്ട ജന്തുവിന്റെ കയ്യിൽ പെടാതെ അപ്പുറം മറുകര കടക്കുന്നത് വരെ ദൃഷ്ടി വെച്ചോണ്ടിരിക്കും. അന്നേരം ഏതെങ്കിലും ഒരാട് അവിടെ നിന്നാൽ അവിടെ ആടിനെ നിർത്തത്തില്ല, അവിടെ ഒരു കടന്നുപോക്ക് മാത്രമാണ്. ആത്മനിറവിൽ ഞാൻ ദൂത് വിളിച്ചു പറയാം, മരണനിഴലിന്റെ താഴ്വരയിൽ നീ കിടക്കത്തില്ല, നിന്നെ നിർത്തത്തുമില്ല. അതൊരു കടന്നുപോക്കിന്റെ നാളായി മാത്രം, അതൊരു കടന്നുപോക്കിന്റെ സമയമാക്കി മാത്രം ദൈവം തീർത്ത് അവൻ മരണനിഴലിന്റെ താഴ്വരയ്ക്ക് അപ്പുറത്തേക്ക് നിനക്കൊരു കാലം അനുവദിക്കാൻ. മെഡിക്കൽ സയൻസ് മരണനിഴലിന്റെ താഴ്വര, നീ തീർന്നു പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന താഴ്വര, അതിനപ്പുറത്തേക്ക് നിന്റെ ആയുസ്സിനെ നീട്ടാൻ അധികാരമുള്ളവൻ, അവൻ ശക്തനായവൻ, അതിന് അധികാരമുള്ളവൻ, അവൻ നമുക്ക് ഇടയനായിട്ടുണ്ട്. ഇന്ന് ആത്മനിറവിൽ ദൂത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഈ ആലോചന ഏറ്റെടുത്ത് അല്പനേരം ആത്മനിയോഗത്തോടെ ദൂത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാട്ടെ. ഈ അടുത്തിടയ്ക്ക് കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് നീ വായിച്ചു നോക്കിയിട്ട് നിന്റെ ശരീരത്തിന്റെ അവസ്ഥയെ കുറിച്ച് ആശങ്കപ്പെട്ടിട്ടുണ്ടാകും. അവൻ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത്ര ആശങ്കയിൽ നിൽക്കുന്ന ചില മരണനിഴലിന്റെ താഴ്വരക്കകത്ത് നിൽക്കുന്ന ചിലരോട് പ്രവചനാത്മാവിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിനക്ക് മരണനിഴലിന്റെ താഴ്വരയ്ക്ക് അപ്പുറത്തുള്ള ഒരു കാലം, അപ്പുറത്തുള്ള ഒരു വാസം, അപ്പുറത്തുള്ള ഒരു പാർപ്പ് എന്റെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. കൃപ പ്രാപിച്ച ദൈവമക്കളെ ഏറ്റെടുത്ത് സ്വോത്രം ചെയ്താട്ട് അവൻ രോഗത്തെ നോക്കി, രോഗാത്മാവിനെ നോക്കി പറ, അവൻ ഈ രോഗമേ നിനക്കെന്നെ തീർക്കാൻ കഴിയത്തില്ല, രോഗാത്മാവേ നിനക്കെന്നെ ഒതുക്കി കളയാൻ കഴിയത്തില്ല, ഞാൻ അതിനപ്പുറത്തേക്ക് ഉറ്റവരും പ്രിയപ്പെട്ടവരും പ്രവാസ ലോകത്തെ മക്കളുമൊക്കെ ആശങ്കയോടൊരു ശബ്ദം കേൾക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവരവരുടെ അടച്ച ഫ്ലാറ്റുകളിലും റൂമുകളിലും ഇരിക്കുന്ന പലരെ കുറിച്ചും ആശങ്കപ്പെട്ടിരിക്കുന്ന അവൻ പലരും ഇവിടെ ഉണ്ട്. എന്നാൽ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയാം, അവൻ ഏതെല്ലാം മരണനിഴലിന്റെ താഴ്വര ഉണ്ടെങ്കിലും വാഗ്ദത്തമുള്ളവൻ, അവൻ ഏത് പ്രതിസന്ധിയുടെ നാട്ടിലായാലും, ഏത് തീയമ്പുകൾ അവന്റെ തലയ്ക്ക് മീതിലൂടെ പറന്നാലും എന്റെ ദൈവം അവൻ സ്തോത്രം അതൊരു കടന്നുപോക്കാക്കി മാത്രം മാറ്റി അതിനപ്പുറത്തേക്ക് അവൻ നിന്റെ പ്രിയപ്പെട്ടവരെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ അവൻ നിന്റെ അരികിൽ എത്തിക്കത്തക്ക രീതിയിൽ എന്റെ ദൈവം കാലങ്ങൾ അനുവദിക്കാൻ അധികാരമുള്ളവനെന്ന് ആത്മനിയോഗത്തോടെ ഈ പകലിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് പ്രവചന ഭാഷയിൽ ദൂത് കൈമാറുന്നു. ഭയത്തിന് സ്ഥാനമില്ല.
ഈ ഇടയൻ ഒരു പ്രത്യേക സീസണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതൊക്കെ ആ സീസണൊക്കെ പറയേണ്ടതാണ്. ചേർത്തിപ്പിടിച്ചിട്ട് തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഏതൊക്കെ എണ്ണയാന്നൊക്കെ ഉള്ളത് വിസ്തരിക്കേണ്ടതാണ്. നോക്കടേ, ഈ ആടിനെ അഭിഷേകത്തോടെ നിലനിർത്തും. ആ അഭിഷേകം വരാൻ പോകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൽ മുൻപോട്ട് ആട് ജീവിച്ചിരിക്കേണ്ടതിന്, അതിനെ അതിജീവിച്ച് വെളിയിൽ വരേണ്ടതിനാണ് അഭിഷേകം. വിസ്തരിക്കേണ്ടത് നിർത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. പത്രോസ് ലേഖനത്തെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ഹിതമാമണ്ണം. അപ്പോൾ 1 പത്രോസ് 5:2 ഹിതമാമണ്ണം എന്ന് കൊടുത്ത ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ആടിനെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ ഹിതമുണ്ട്. അതിന് റോൾ മോഡൽ ഇടയനാണ്, മാതൃക. നമുക്ക് വലിയ ഇടയനായി ക്രിസ്തു മാതൃകയായിട്ടുണ്ട്. ഇന്ന് കേട്ട ദൂതിൻ്റെ മുമ്പിൽ കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ദൈവിക പാലനം എത്രയോ ശ്രേഷ്ഠം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാൻ പറ്റൂ? കർത്താവേ, ഒരു കരം നെഞ്ചത്ത് വെച്ച് ഒരു കരം ഉയർത്തി ഒന്ന് പറയാം. കർത്താവേ, എന്നെയും എനിക്കുള്ളവരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, കർത്താവേ എന്നെയും ഈ സഭയെയും അങ്ങ് വരുന്ന ദിവസങ്ങളിൽ പാലിക്കണമേ. എന്നെ അങ്ങ് പാലിക്കണമേ, അങ്ങനെ പാലിക്കണമേ. ഈ പാലനം ഞാൻ അനുഭവിക്കട്ടെ, കുടുംബമായി അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളം പകരണേ. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.